ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിലെടുത്ത കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, നേരത്തെ ഇന്നലെ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. അതിന്റെ ഫലമായി ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കാക്കനാട് ജയിലിൽ കഴിയുന്നു. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതിൽ തീരുമാനമുണ്ടാകുമോ? മനു, ടുഡേ ഇട്ട് ഒരു 12:30 ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തത്. അത് 1:45 എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ച് 535/2025 ബെയിൽ ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നടക്കാനിടയുള്ളത് സർക്കാരിനോട് അല്ലെങ്കിൽ പോലീസിനോട് നിലപാട് തേടുക എന്നുള്ളതാണ്. അത് സംഭവിക്കുകയും ചെയ്യും. പോലീസിൻ്റെ ഭാഗം കേൾക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈ ബോബിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ പ്രതീക്ഷിക്കുന്നത് ഒരു ഇടക്കാല ഉത്തരവിലൂടെ അറസ്റ്റിൽ നിന്ന് ഒരു ഇളവ് നൽകാം എന്ന് വേണമെങ്കിൽ പറയാം. നോട്ട് ടു അറസ്റ്റ് പറഞ്ഞ് വിശദമായി വാദം കേൾക്കാൻ തീരുമാനിക്കുക. ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് ഒരു വിശദമായ വാദം കേൾക്കാൻ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ ഇടക്കാല ജാമ്യം കിട്ടുകയാണെങ്കിൽ അയാൾക്ക് പുറത്തിറങ്ങാം എന്നുള്ളതാണ് സാഹചര്യം. ഈ ബെയിൽ ആപ്ലിക്കേഷനിൽ പറയുന്നത് ഈ പരാതി തന്നെ കെട്ടിച്ചമച്ചതാണ്. കെട്ടിച്ചമച്ച ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പരാതി മാത്രമാണിത്. ഈ പരാതിയിൽ പറയുന്നത് പോലെ ആ സംഭവത്തിൽ ആ ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാവുകയും ചെയ്യും. ആ ദൃശ്യങ്ങൾ ഈ പരാതിക്കാരിയായ നടി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതുമാണ്. പക്ഷേ അത് കാണാൻ മജിസ്ട്രേറ്റിനോട് തൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിച്ചപ്പോൾ മജിസ്ട്രേറ്റിനോട് അഭ്യർത്ഥിച്ചെങ്കിലും മജിസ്ട്രേറ്റ് ആ ദൃശ്യങ്ങൾ കാണാൻ പോലും തയ്യാറായില്ല. അത് കണ്ടിരുന്നുവെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിടുമായിരുന്നു. കാരണം ഈ പരാതിയിൽ പറയുന്നതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന ദൃശ്യങ്ങളിൽ തെളിവായി മാറുമായിരുന്നു എന്നുള്ളതാണ് ബോബിയുടെ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, അതായത് ഇയാളുടെ പ്രധാന വാദം എന്ന് പറയുന്നത് തന്റെ ഭാഗം ന്യായീകരിക്കാൻ കഴിയുന്ന തെളിവുകൾ മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചില്ല എന്നതാണോ? അതായത് ആ ദൃശ്യങ്ങൾ കണ്ടില്ല എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുണ്ട്. ആ ദൃശ്യങ്ങൾ മജിസ്ട്രേറ്റ് കാണണമായിരുന്നു. കാണാൻ മജിസ്ട്രേറ്റ് തയ്യാറായില്ല. ഈ ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റിനെ കുറിച്ച് പറയുന്നത് നടിയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് കേട്ട, അതായത് രഹസ്യമൊഴി കേട്ട് രേഖപ്പെടുത്തിയ അതേ കോടതി തന്നെയാണ്, അതേ മജിസ്ട്രേറ്റ് തന്നെയാണ് തൻ്റെ ബെയിൽ ആപ്ലിക്കേഷനും പരിഗണിച്ച് തള്ളിയത് എന്നുള്ളതാണ് മറ്റൊരു വാദം. അത് പറ്റില്ല. അത് ബയാസ്ഡ് ആകാൻ അതൊരു കാരണമായിട്ടുണ്ടാവും എന്നൊരു സംശയം ഈ ജാമ്യ ഹർജിയിലുണ്ട്. അതാണ് മറ്റൊരു കാരണം. മറ്റൊന്ന്, തൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ചട്ടങ്ങൾ പോലീസ് പാലിച്ചില്ല എന്നുള്ളതാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പേ ഹാജരാക്കണമെന്നുണ്ട്. പക്ഷേ മജിസ്ട്രേറ്റിന് മുമ്പിൽ 24 മണിക്കൂറിനകം ഹാജരാക്കിയിട്ടില്ല. അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചയാണ്. ആ വീഴ്ച നിയമപരവും അല്ല എന്നുള്ളതാണ് ഒരു വാദം. അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണം. ഇന്ന് ജാമ്യം കിട്ടിയാൽ അയാൾക്ക് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയും. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടക്കാല ജാമ്യത്തിലേക്കൊന്നും കോടതി പോയില്ലെങ്കിൽ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കാനും അതിൽ വിധി പറയാനും ഒക്കെ വരും ദിവസങ്ങളിൽ എടുക്കും. അങ്ങനെയാണെങ്കിൽ 4-5 ദിവസം കൂടി ബോബി ജയിലിൽ കിടക്കേണ്ടി വരും. ഇന്ന് ഒരു ചെറിയ ഇളവ് വേണമെങ്കിൽ നൽകാവുന്നത് ഇയാൾക്കൊരു ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് വിശദമായ വാദം കേൾക്കാൻ തീരുമാനിക്കാം. അതിന് കോടതി തയ്യാറാകുമോ എന്ന് ഉച്ചയ്ക്ക് 1:45 അല്ലെങ്കിൽ 1:45 ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ അല്ലേ? 1:35 10 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. 1:45 കേസ് എടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായി 2 സാധ്യതകൾ. ഒന്ന്, ഈ ജാമ്യ ഹർജി തള്ളാം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സർക്കാരിൻ്റെയൊക്കെ നിലപാട് തേടി ഇടക്കാല ജാമ്യം വേണമെങ്കിൽ അനുവദിക്കാം. ഇതൊക്കെ 2 സാധ്യതകൾ മാത്രമാണ്. എന്താണ് കോടതി തീരുമാനിക്കുക എന്ന് നമുക്ക് ആ വാദത്തിൽ അവിടെ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് അല്പസമയത്തിനകം തന്നെ 10 മിനിറ്റിനകം തന്നെ അതിൽ ഏകദേശം ഒരു വ്യക്തതയിലേക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1:45 കേസ് പരിഗണിക്കും. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നമുക്ക് നൽകുകയും ചെയ്തത്.